മിസ്സേ പഠിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ പഠിക്കാൻ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഉറക്കം വരികയാണ്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്തുള്ള ഉറക്കം മാറ്റാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പഠിക്കുന്ന സമയത്ത് ഉറക്കം വരാതിരിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള 5 ടിപ്സ്. ടിപ്പ് നമ്പർ 1, ഫിക്സ് യുവർ സ്റ്റഡി എൻവയോൺമെന്റ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയം മാക്സിമം ടേബിളിലോ ചെയറിലൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ബെഡിൽ ഇരുന്നുള്ള പഠിത്തം മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ബെഡിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മാക്സിമം ടേബിളിലോ ചെയറിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ റൂം നല്ല വെളിച്ചമൊക്കെ ഉള്ള റൂമാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് സൺലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ. അല്ലാതെ നമുക്ക് ഡിം ലൈറ്റിലൊക്കെ ഇരുന്നിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരും. ടിപ്പ് നമ്പർ 2, യൂസ് ആക്റ്റീവ് സ്റ്റഡി മെത്തേഡ്സ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ലൗഡായിട്ട് വായിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് ഉറക്കെ വായിച്ച് പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എഴുതിയും കൂടെ പഠിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഉറക്കം വരില്ല. വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഷോർട്ട് നോട്ട്സും കൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മിററിൽ നോക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തിങ്സോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പപ്പിക്കുട്ടിയോ എന്തായാലും അതിനോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാതെ തന്നെ നല്ല ആക്റ്റീവായിട്ട് തന്നെ വേഗം സ്പീഡിൽ പഠിച്ചെടുക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 3, ടേക്ക് ബ്രേക്ക് ആൻഡ് മൂവ്. അതായത് മിസ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറില്ലേ പോമഡാരോ ടെക്നിക്കിനെ കുറിച്ചിട്ട്? അതായത് ഒരു 25 അല്ലെങ്കിൽ 30 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, നല്ല ഫുൾ കോൺസെൻട്രേഷനോട് കൂടെ പഠിക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പഠനം തോന്നില്ല, മാത്രമല്ല ഭയങ്കര ക്ഷീണമൊന്നും നമുക്ക് തോന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്തിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്ന് നിവർന്ന് നിൽക്കുക, വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നടക്കാം, ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഫ്രഷ് ആവുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ആ ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ചെയ്യാം. അല്ലാതെ ആ സമയത്ത് നമ്മൾ ഫോണിലൊക്കെ നോക്കിയിരുന്ന് വീണ്ടും നോക്കി വേറെ ഏതെങ്കിലും റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കണ്ണിനൊക്കെ കുറച്ചുകൂടെ സ്ട്രെസ് ആവേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് കുറച്ചുകൂടെ നമ്മുടെ ബോഡിനെ ഫ്രഷ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഐ എക്സസൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ച് ഐ എക്സസൈസ് ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഐ എക്സസൈസ് ഒക്കെ എന്താ ചെയ്യുക, ആ ഒരു സമയത്ത് ചെയ്യുക. അപ്പം നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെസ്സും കൂടെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 4, ഈറ്റ് ആൻഡ് ഡ്രിങ്ക് സ്മാർട്ട്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം നല്ല ഉഷാറായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരിക്കില്ല, അതായത് നമ്മൾ നല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ല ഉച്ചയ്ക്ക് നല്ല മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ക്ഷീണമൊക്കെ തോന്നും അല്ലേ? കാരണം എന്താ, അത്രയും ഹെവി ആയിട്ട് ഒറ്റയടിക്ക് ഒരുപാടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ ഫുഡ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കുറച്ചായിട്ട് കഴിക്കുക. ഓക്കെ, കുറച്ച് എമൗണ്ട് ആയിട്ട് ഫുഡ് കഴിക്കുക. ഒരുപാട് നമുക്ക് ഇങ്ങനെ രാത്രിയൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫുഡുകൾ രാത്രി ഇരുന്ന് ഒറ്റയടിക്ക് കഴിക്കരുത്. അത്ര ഹെവി ഫുഡ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ കുറച്ച് കഴിക്കുക. ഓക്കെ, ഒരുപാട് കഴിക്കാതെ കുറച്ച് എടുത്തിട്ട് കഴിക്കുക. അതേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാലും വലിയ പ്രശ്നമില്ല. അതായത് നമുക്കിങ്ങനെ ഒറ്റയടിക്ക് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭേദമാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ബെറീസ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ബ്രെയിൻ ഫുഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കും കുറച്ചും കൂടെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 5, കൺട്രോൾ സ്ലീപ്പ് ആൻഡ് വെയ്ക്ക് സൈക്കിൾ. അതായത് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതും അതേപോലെ തന്നെ രാവിലെ എണീക്കുന്നതും കൃത്യമായിട്ടുള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറിക്കോളും. ഓക്കെ, രാവിലെ നമ്മൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എന്ത് ചെയ്യും, അലാം ഒക്കെ വെക്കും, എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കിടന്നുറങ്ങാം എന്നുള്ള രീതിക്ക് നമ്മൾ സ്നൂസ് ചെയ്ത് വെക്കും അല്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ 5 മിനിറ്റും കൂടെ എന്നുള്ള രീതിക്ക് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ ക്ഷീണമാക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യേണ്ട, രാവിലെ അലാം കേട്ട ഉടനെ തന്നെ വേഗം തന്നെ ചാടി എണീക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ മാത്രമല്ല എല്ലാ ദിവസവും രാത്രി നമ്മൾ ഇങ്ങനെ ഒരു കറക്റ്റായുള്ള സമയത്ത് ഉറങ്ങുകയും എണീക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സമയം വരെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനും കൂടെ പറ്റും, നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും സാധിക്കും. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും മിസ് ഉറങ്ങരുത് അല്ലെങ്കിൽ ഉറക്കത്തിന് സമയം കുറയ്ക്കണം എന്നുള്ളതൊന്നല്ല പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു 6 to 8 hours മിനിമം നിങ്ങൾ എന്തായാലും ഉറങ്ങിയിരിക്കണം. ഉറക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്നാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ റെഡി മിസ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ ഇനി വരാൻ പോകുന്ന എക്സാം നമ്മൾ ഫുള്ള് സെറ്റ് ആക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ മിസ് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടിപൊളിയായിട്ട് പഠിക്കുക, ഫുൾ ഉഷാറായിട്ട് പഠിക്കുക.